സ്റ്റാർട്ടിങ് എ ക്ലോത്തിങ് ബ്രാൻഡ് ഡേ 8. അങ്ങനെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്മുടെ DTF പ്രിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള DTF പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രിൻറ്റിൽ നമ്മൾ വരുന്ന ഒരു ചെറിയൊരു പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു 6 പ്രിൻറ്റോളം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഈറ്റ് പ്രസ് മെഷീനാണ് മെയിനായിട്ട് വരുന്നത്. ഈ ഒരു ഈറ്റ് പ്രസ് മെഷീൻ്റെ പ്രൈസ് വരുന്നത് 9,000 രൂപയാണ് മാർക്കറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ B2B പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം ഷിപ്പിംഗ് ഒക്കെ കൂട്ടി ഒരു 13,000 രൂപേൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈസ്, നിങ്ങൾക്ക് ഏത് സൈസിനാണോ വേണ്ട ആ ഒരു സൈസ് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആമസോൺ അല്ലെങ്കിൽ ഇന്ത്യ മാർട്ട് പോലത്തെ B2B പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഈ ഒരു DTF പ്രിൻറ്റിങ്ങിൻ്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്താണ്, നമുക്ക് കുറേ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ടൈമിങ്ങും ടെമ്പറേച്ചറൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഹീറ്റ് പ്രസ് മെഷീനിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെഫ്ലോൺ പേപ്പർ യൂസ് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് DM ചെയ്യുകയാണെങ്കിൽ പറ്റുന്ന ടൈമെല്ലാം റിപ്ലൈ തരാനായിട്ട് നോക്കുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പ്രിൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ടീഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്മൾ തരുന്നതായിരിക്കും. ബൾക്കായിട്ട് നമ്മൾ 20 ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിംഗിൾ പീസായിട്ടും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക.